നിലവിൽ ഒരുപാട് EMI ഉള്ളവരാണോ നിങ്ങൾ? EMI തീർച്ചയായും നിങ്ങളുടെ സമാധാനം കെടുത്തുന്നുണ്ടോ? EMI പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ EMI ചതികളെക്കുറിച്ച് അറിയാനും അത് നിങ്ങളെ മാനസികമായി തകർക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇന്ന് കേരളത്തിൽ എന്നല്ല, നമ്മൾ ഏതൊരു സ്ഥലത്തും, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളായതുകൊണ്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന നമ്മൾ, അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിലും ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള EMI ഓപ്ഷനുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. EMI കെണിയാവാതിരിക്കാൻ അല്ലെങ്കിൽ EMI ഒരു പണിയാകാതിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും, EMI ഒരു കെണിയാണോ അല്ലെങ്കിൽ അതൊരു പണിയാണോ? EMI ഒരു കെണിയായി മാറുന്നത് തീർച്ചയായും ആരെ സംബന്ധിച്ചാണ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ചിലവഴിക്കുന്നവർക്കാണ് തീർച്ചയായും EMI ഒരു കെണിയായി മാറുന്നത്. നമ്മളൊരു ശമ്പളക്കാരനാണെങ്കിൽ, തീർച്ചയായും ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം EMI അവൻ്റെ ശമ്പളത്തിൻ്റെ 30% അത് ഒരു നോർമലായ സംവിധാനമാണ്. കടവും അതുപോലെ തന്നെ EMI ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൊത്തം ശമ്പളത്തിൻ്റെ 30% മാത്രമേ നിങ്ങൾ മാറ്റിവെക്കാവൂ എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. ഇനി EMIയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇന്ന് പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, EMI സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് ഏതൊരു നാട്ടിലും സുലഭമാണ്. ഇനി ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ EMI അല്ലെങ്കിൽ പേഴ്സണൽ ലോണുകൾ ഇവ നമുക്ക് നൽകുന്ന ആളുകൾ നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ചിന്തയെക്കുറിച്ച് ഞാൻ പറയാം. 1 ലക്ഷം ശമ്പളമില്ലാത്ത ഒരാളെ കയ്യിൽ അല്ലെങ്കിൽ 50,000 ശമ്പളമില്ലാത്ത ഒരാളെ കയ്യിൽ 1.5 ലക്ഷത്തിൻ്റെ ഫോൺ വരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ കമ്പനികൾ നമുക്ക് നൽകുന്ന, ഇപ്പോൾ നിങ്ങൾ പണമടക്കണ്ട, ഇപ്പോൾ അല്പം തരിക, പിന്നീട് കുറേശ്ശെയായി അടക്കുക, ഇതിനെയാണല്ലോ നമ്മൾ EMI ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 1,20,000-ൻ്റെയോ 50,000-ൻ്റെയോ ഫോൺ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ഡിസ്കൗണ്ടിനെ കട്ട് ചെയ്തിട്ടാണ് പല കമ്പനികളും ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത്. ഒറ്റ പർച്ചേസിൽ മുഴുവൻ തുകയും നമ്മൾ നൽകുമ്പോൾ അതിന് 5% അല്ലെങ്കിൽ അതിൽ തത്തുല്യമായതോ നമുക്ക് ഡിസ്കൗണ്ടായി ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഡിസ്കൗണ്ട് കട്ട് ചെയ്ത് മാസം 5,000 തവണകളായി അടക്കുക എന്ന ഓഫർ നൽകുന്നതിലൂടെ നമ്മൾക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയെ കമ്പനികൾ നമ്മുടെ മനഃശാസ്ത്രപരമായി ലഘൂകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇങ്ങനെ ലഘൂകരിച്ച് കാണിക്കുകയും പിന്നീട് നമ്മൾ അടച്ചു വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പല പേഴ്സണൽ ലോണുകൾക്കും നമ്മൾ അടച്ചതായി നമുക്ക് തോന്നിയേക്കാം. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് അതിൻ്റെ അടവുകളെക്കുറിച്ച്, പലിശയെക്കുറിച്ച്, അതിൻ്റെ മറ്റ് സാമ്പത്തികമായ ഫീസുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ EMI രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ശമ്പളത്തിൻ്റെ 30% മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി EMIകൾ അത് പ്രവാസികളെയാണെങ്കിലും നാട്ടിലുള്ള സാധാരണക്കാരെയാണെങ്കിലും ഒരു പക്ഷേ വരിഞ്ഞു മുറുക്കിയേക്കാം. മുമ്പ് കിട്ടുന്ന ശമ്പളത്തിന് നമ്മൾ ചെയ്തിരുന്നത് ഒതുങ്ങിയ ജീവിതമാണെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പണം തരേണ്ടതില്ല, പിന്നെ തന്നാൽ മതി എന്ന ഓഫറിൽ അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെട്ട് ആവശ്യത്തിന് പകരം ആർഭാടത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഈ ആർഭാട സ്വഭാവം പലിശ ഇല്ല എന്ന പേരിൽ പലിശക്ക് തുല്യമായ
സംഖ്യകൾ പല ഫീസുകളായും ചാർജുകളായും GST ആയും എല്ലാം നമ്മളിൽ നിന്ന് ഇവർ ഈടാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, തീർച്ചയായും നമ്മുടെ അത്യാവശ്യങ്ങളെ നിർണയിച്ചതിന് ശേഷം നമ്മളുടെ ശമ്പളത്തിൽ നിന്ന് അതിന് തികയാതെ വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ഓപ്ഷനുകൾ ഉപയോഗിക്കുക എന്നതാണ്. മറിച്ച് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്ലഷറിന് വേണ്ടി, പെട്ടെന്നുണ്ടാകുന്ന ആനന്ദത്തിന് വേണ്ടി നമ്മൾ മുൻപിൻ ചിന്തിക്കാതെ ചിലവഴിക്കുന്നത് പിന്നീട് നമുക്ക് തന്നെ തിരിച്ചടിയാകും എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണപാഠം. EMI ഓപ്ഷനുകൾ നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഒരു വ്യക്തിയുടെ സാഹചര്യവും അയാളുടെ വരുമാനവും അയാളുടെ ആവശ്യകതകളും എല്ലാം പരിഗണിച്ചാണ് അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. എന്നാൽ എന്തിനും ഏതിനും EMI ഓപ്ഷനുകൾ സ്വീകരിക്കുകയും അത് ലഘുവായി കാണുകയും പിന്നീട് അടച്ചു തീരാതെ വരുമ്പോൾ അത് വലിയ ബാധ്യതയായി തോന്നുകയും മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് ഉണ്ടാകാതിരിക്കാൻ കുടുംബനാഥൻ എന്ന നിലയിലോ വ്യക്തി എന്ന നിലയിലോ നമ്മൾ ശ്രദ്ധിക്കുകയും കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കുടുംബത്തിലെ മറ്റംഗങ്ങൾ പെരുമാറുകയും നമ്മുടെ ശേഷിക്കുറവുകളും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് സാമ്പത്തിക തലത്തിൽ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത്. ഈ EMIയിലേക്ക് നമ്മൾ അടക്കുന്ന ക്യാഷ്, ഇത് ദീർഘകാലത്ത് EMIകൾ ഉണ്ടാകുമ്പോൾ ശമ്പളം തികയാതെ വരികയോ ശമ്പളം കിട്ടുമ്പോൾ അത് കാണാതെ പോവുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ ഇത്തരം സാഹചര്യം ഒഴിവാക്കി ശമ്പളത്തിൽ നിന്നൊരു വിഹിതം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഭാവിയിലേക്ക് തീർച്ചയായും അത് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഏതായാലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. തീർച്ചയായും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു ഫോർ ഓൾ.